All of you, welcome to this video. Today we are dealing with the assessment of AOP, Association of Person, and that is done with the help of a question, and we are calculating the tax liability of an association of person. So before moving to the question, നമുക്ക് എന്തൊക്കെയാണ് അസസ്മെൻറ്റ് ഓഫ് AOPൻ്റെ അകത്ത് പഠിക്കാനുള്ള തിയറി പോർഷൻ എന്നുള്ളതൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സെപ്പറേറ്റ് പേഴ്സൺ അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. AOP എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പേഴ്സൺസ്. കോമ്പിനേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ AOPൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആകാം, HUF ആകാം, ഫേം ആകാം, കമ്പനീസ് ആകാം. Okay, an association of person is a combination of persons and they are combined for earning some income, for generating some income. The object of this AOP is to generate some income. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ BOI എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓൺലി ഇൻഡിവിജ്വൽസ് ആയിരിക്കും മെമ്പേഴ്സ്. പക്ഷേ AOPൻ്റെ അകത്ത് നോൺ ഇൻഡിവിജ്വൽസ് അതുപോലെ തന്നെ കമ്പനീസ്, ഫേംസ്, HUF ഒക്കെ എന്തായിട്ട് വരാം, മെമ്പേഴ്സായിട്ട് വരാം. ഇനി ഹൗ ടു കമ്പ്യൂട്ട് AOP's ബിസിനസ് ഇൻകം? While computing the business income of AOP, here also you have to follow the provisions contained under section 28 to 44. Means provisions of section 28 to 44 are applicable in case of assessment of AOP or BOI also. അപ്പോൾ അവിടെ എവിടെയാണ് നമ്മൾ ഈ 28 to 44 ഡിസ്കസ് ചെയ്ത് തേർഡ് ഹെഡ് ഓഫ് ഇൻകം, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഐറ്റംസ് നമ്മൾ എക്സ്പെൻസസ് ആയിട്ട് അലൗ ചെയ്യും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, ഏതൊക്കെയാണ് ഡിസലൗ ചെയ്യുന്ന ഐറ്റംസ്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾ ജനറൽ കൊമേഴ്ഷ്യൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടത്, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സെക്ഷൻ 28 to 44 ഡിസ്കസ് ചെയ്യുന്നത്. ലൈക്ക് വൈസ് those sections, section 28 to 44 which are applicable in case of computation of AOP's business income also. നമ്മൾ അസസ്മെൻറ്റ് ഓഫ് ഫേമിലൊക്കെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഇനി AOPൻ്റെ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആസ് പെർ സെക്ഷൻ 40 subsection B, 40B, if the AOP makes payment as remuneration to its members which are disallowed while computing the business income. Likewise, if interest is paid to any member of AOP, that is also disallowed while computing the business income. Means section 40B lays down that in case any AOP makes payment to its members of any interest, salary, bonus, commission or remuneration by whatever name called, such payments are fully disallowed. അപ്പോൾ നമ്മൾ റെമ്യൂണറേഷൻ്റെ പല പേരുകളാണ് എന്ത് പറയുന്നത്, സാലറി എന്ന് പറയാം, ബോണസ്, കമ്മീഷൻ, അങ്ങനെ പല പേരിൽ പറയുന്ന റെമ്യൂണറേഷൻ, അങ്ങനെയുള്ള പേയ്മെൻറ്റ്സ്, ഇതിനെല്ലാം കൂടെ നമുക്ക് റെമ്യൂണറേഷൻ എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഈ രണ്ട് സംഭവങ്ങൾ, ഈ രണ്ട് ഐറ്റംസും 40B പ്രകാരം AOPൻ്റെ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിസലൗഡ് ആണ്. വൺസ് യു ഡെബിറ്റഡ് ടു യുവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വൈൽ കമ്പ്യൂട്ടിംഗ് ദ ബിസിനസ് ഇൻകം ഓഫ് AOP, ദീസ് ടു ഐറ്റംസ് ഷുഡ് ബി ആഡഡ് ബാക്ക്. ഇനി AOPൻ്റെ കേസിൽ വരുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് AOP പ്രൊവൈഡ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇഫ് ദാറ്റ് ഈസ് 25,000 rupees. അറ്റ് ദ സെയിം ടൈം AOPൻ്റെ മെമ്പേഴ്സ് ക്യാപിറ്റൽ വിഡ്രോയൽ നടത്തുമ്പോൾ ആ ഡ്രോയിങ്സിന് AOP ഈസ് ചാർജിങ് ആൻ ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് ₹15,000. അപ്പോൾ 25,000 ഈസ് ദ ഇൻട്രസ്റ്റ് given by the AOP, 15,000 is the interest collected by the AOP for drawings. ആ എക്സാമ്പിളിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10,000 ഈസ് ഡിസലൗഡ് വൈൽ കമ്പ്യൂട്ടിംഗ് ദ ബിസിനസ് ഇൻകം ഓഫ് AOP. യൂഷ്വലി ഇൻട്രസ്റ്റ് ഈസ് ഡിസലൗഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മളതിനെ ഡിസലൗഡ് ആണ്, ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആഡ് ചെയ്യണം. ഇനി ഇൻട്രസ്റ്റ് AOP അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്, AOP ഇങ്ങോട്ടും കളക്ട് ചെയ്യുന്ന കേസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ദ ഡിഫറൻസ് വിൽ ബി ഡിസലൗഡ്. ഇൻ അവർ എക്സാമ്പിൾ 25,000 ഈസ് ദ ഇൻട്രസ്റ്റ് ഗിവൺ ബൈ ദി AOP ടു ഇറ്റ്സ് മെമ്പേഴ്സ്, ടു വൺ ഓഫ് ഇറ്റ്സ് മെമ്പർ. അതേ മെമ്പറിൻ്റെ അടുത്ത് നിന്ന് തന്നെ 15,000 ഈസ് കളക്റ്റഡ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അങ്ങനെ ആകുമ്പോൾ ഡിഫറൻസ്
രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ് ഡിസലൗഡ്. ദാറ്റ് ഈസ് ഡിസലൗഡ് ടു ബി ആഡഡ് ബാക്ക് ഇഫ് ദാറ്റ് ഈസ് ഓൾറെഡി ഡെബിറ്റഡ്. ഇനി നേരെ തിരിച്ചാണ് വിചാരിക്കുക, 25,000 ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് charged by the AOP for the drawings. 15,000 is the amount of interest given on capital contributed, given by the AOP to its member on the capital contributed. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ nothing is disallowed if the amount of interest paid to its member is less than the interest charged on drawings from the member, then nothing shall be disallowed. നമ്മളുടെ എക്സാമ്പിളിൽ ഇൻട്രസ്റ്റ് മെമ്പറിന് കൊടുക്കുന്നത് 25,000 ആണ്. ഇൻട്രസ്റ്റ് മെമ്പറിന് പ്രൊവൈഡ് ചെയ്യുന്നത് 15,000 ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നത്, ഡ്രോയിങ്സിന് കളക്ട് ചെയ്യുന്നത് 25,000 ആണ്. അപ്പോൾ മെമ്പറിൻ്റെ അടുത്തു നിന്നാണ് അധികം കളക്ട് ചെയ്യുന്നത്. 10,000 റുപ്പീസ് മെമ്പറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് കളക്ട് ചെയ്യുകയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ആ കേസിൽ നത്തിങ് ഈസ് ഡിസലൗഡ് വൈൽ കമ്പ്യൂട്ടിങ് ദ ബിസിനസ് ഇൻകം. ബട്ട് എക്സസ് വരുന്ന, ഡിഫറൻസ് വരുന്ന 10,000 റുപ്പീസ് അഡീഷണലി കളക്റ്റഡ് ബൈ ദി AOP വിൽ ബി ട്രീറ്റഡ് ആസ് ദ ഇൻകം, ബിസിനസ് ഇൻകം ഓഫ് AOP. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അസസ്മെൻറ്റ് ഓഫ് AOPൻ്റെ അകത്ത് ഫസ്റ്റ് പാർട്ട് സെക്ഷൻ 40B അകത്ത് പറയാനുള്ളത്. ഇനി AOPൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് ലൈക്ക് അതർ SSEs. വി ഹാവ് ടു കമ്പ്യൂട്ട് ഇൻകംസ് അണ്ടർ ഡിഫറെൻറ്റ് ഹെഡ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം ഡെഫിനറ്റ്ലി ദർ വിൽ നോട്ട് ബി എനി ഇൻകം അണ്ടർ ദി ഹെഡ് സാലറീസ്. ബാക്കിയുള്ള ഹെഡ്സിലൊക്കെ അതാത് പ്രൊവിഷൻസ്, ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഡിഫറെൻറ്റ് ഹെഡ്സിലെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ വി വിൽ അറൈവ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫ്രം വിച്ച് we have to deduct the deductions permissible under section 80C to 80U. So the deductions start from 80G onwards. അപ്പോൾ AOPക്ക് applicable ആയിട്ടുള്ള ഡിഡക്ഷൻസ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതാണ് AOPൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി AOPൻ്റെ ടാക്സ് റേറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ AOPൻ്റെ ടാക്സ് റേറ്റ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റേറ്റ്സ് ഓഫ് ടാക്സ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. മെമ്പേഴ്സ് ഓഫ് AOPൻ്റെ ഷെയർ നോൺ ആണെങ്കിൽ, അതായത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന കേസാണ് എങ്കിൽ, അതുപോലെ മെമ്പേഴ്സിൻ്റെ ഷെയർസ് അൺനോൺ ആണ്, വിച്ച് കനോട്ട് ബി ഡിറ്റർമൈൻഡ്, ഇൻഡിറ്റർമിനേറ്റ് ആണ് എങ്കിൽ, അങ്ങനെ രണ്ട് സിറ്റുവേഷൻസിലാണ് നമ്മൾ AOPൻ്റെ ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം മെമ്പേഴ്സിൻ്റെ ഷെയർസ് അൺനോൺ ആണ് എങ്കിൽ, ഇഫ് ദ ഷെയർസ് ഓഫ് ദി മെമ്പേഴ്സ് ആർ നോട്ട് നോൺ ഓർ വിച്ച് ആർ ഇൻഡിറ്റർമിനേറ്റ്, അങ്ങനെ ആകുമ്പോൾ AOPൻ്റെ ഓരോ മെമ്പറിന് ഷെയർ എത്രയാണെന്നുള്ളത് നോൺ അല്ല. അങ്ങനെയാണെങ്കിൽ AOP ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് അറ്റ് മാക്സിമം മാർജിനൽ റേറ്റ്, മീൻസ് 30% ഈസ് ദ ടാക്സ് റേറ്റ് ഫോർ ദി AOP. ഇനി ഏതെങ്കിലും അതിലൊരു മെമ്പർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഫോറിൻ കമ്പനി ഈസ് ദർ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ഒരു മെമ്പർ ഉണ്ടെങ്കിൽ ആ മെമ്പറിൻ്റെ ഷെയർ 30% അല്ല 40% ആണ് ഫോറിൻ കമ്പനീൻ്റെ ടാക്സ് റേറ്റ്. സോ ദ ഷെയർ ഓഫ് ദാറ്റ് മെമ്പർ ഈസ് ടാക്സബിൾ. ഷെയർ ഓഫ് ദാറ്റ് മെമ്പർ ഇൻ AOP's ടോട്ടൽ ഇൻകം ഈസ് ടാക്സബിൾ അറ്റ് ദാറ്റ് ഹയർ റേറ്റ് 40%. ബാക്കിയുള്ളവരുടെ ഷെയറിനൊക്കെ 30% ആണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇൻ ഷോർട്ട്, മെമ്പേഴ്സിൻ്റെ ഷെയർ അൺനോൺ ആണെങ്കിൽ, വിച്ച് കനോട്ട് ബി ഡിറ്റർമൈൻഡ്, അങ്ങനെയാണെങ്കിൽ AOP ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് അറ്റ് 30% മാക്സിമം മാർജിനൽ റേറ്റ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് AOPൻ്റെ ഷെയർ, മെമ്പേഴ്സിൻ്റെ ഷെയർ ഇൻ ഇൻകം വിച്ച് ക്യാൻ ബി ഡിസൈഡഡ്, അത് ഡിറ്റർമിനേറ്റ് ആണെങ്കിൽ, അത് നോൺ ആണെങ്കിൽ, വിച്ച് ഈസ് നോൺ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി, AOPൻ്റെ ടാക്സ് ലയബിലിറ്റി ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു മെമ്പറിന് മിനിമം ടാക്സബിൾ ലിമിറ്റ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ 2,50,000 ആണ്, സീനിയർ സിറ്റിസൺ ആകുമ്പോൾ 3 lakhs ആണ്, സൂപ്പർ സീനിയർ ആണെങ്കിൽ 5 lakhs ആണ്. അതൊക്കെ നമുക്കറിയാം. ഇഫ് ഏതെങ്കിലും ഒരു മെമ്പറിന് മിനിമം ടാക്സബിൾ ലിമിറ്റിൽ എക്സീഡ് ചെയ്യുന്ന ഇൻകം ഉണ്ട് എങ്കിൽ AOP ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് അറ്റ് മാക്സിമം മാർജിനൽ റേറ്റ്. ക്ലിയർ ആയോ? ഇഫ് എനി മെമ്പർ ഈസ് ഹാവിങ് ഇൻകം which is more than the minimum taxable limit, in that case AOP is required to pay tax at maximum marginal rate.
റൈറ്റ്. ഇനി ഒറ്റ മെമ്പേഴ്സിനും മിനിമം ടാക്സബിൾ ലിമിറ്റിൽ എക്സീഡ് ചെയ്യുന്ന ഇൻകം ഇല്ല എങ്കിൽ AOP ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് അറ്റ് ദ റേറ്റ്സ് അപ്ലിക്കബിൾ ടു ആൻ ഇൻഡിവിജ്വൽ. നമ്മൾ യൂഷ്വലി സ്ലാബ് റേറ്റാണ് AOPൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ AOPൻ്റെ ഒറ്റ മെമ്പേഴ്സിനും മിനിമം ടാക്സബിൾ ലിമിറ്റിൽ എക്സീഡ് ചെയ്യുന്ന 2,50,000 ഫോർ എക്സാമ്പിൾ അങ്ങനെ എടുക്കാം. 2,50,000 എക്സീഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഇൻകം ഇല്ല എങ്കിൽ AOPൻ്റെ ടോട്ടൽ ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ടത് ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് റേറ്റ് വെച്ചിട്ടാണ്. ഇനി AOPൻ്റെ മെമ്പേഴ്സിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ ഒരു ഫോറിൻ കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫോറിൻ കമ്പനി ഉണ്ടെങ്കിൽ AOPൻ്റെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ മെമ്പറിൻ്റെ ഷെയർ ഓഫ് ഇൻകം. അതിന് 40%. ഇപ്പോൾ ഫോറിൻ കമ്പനി ആണെങ്കിൽ ഫോറിൻ കമ്പനീൻ്റെ ഷെയറിന് മാത്രം ഹയർ റേറ്റ്, ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും ഷെയറിന് 30%. ദാറ്റ് ഈസ് ദ ടാക്സ് റേറ്റ് ഫോർ AOP. ഇനി AOPൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി വൺ മോർ തിങ് ഈസ് ദർ. AOPൻ്റെ മെമ്പേഴ്സിന് ഈ ഷെയർ ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ AOP 30% മാക്സിമം മാർജിനൽ റേറ്റിൽ ടാക്സ് അടച്ചതാണ് എങ്കിൽ എഗെയിൻ ദാറ്റ് ഷെയർ വിൽ നോട്ട് ബി ടാക്സബിൾ ഇൻ ദ ഇൻഡിവിജ്വൽ ഹാൻഡ്സ്, വിൽ നോട്ട് ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി മെമ്പേഴ്സ്. AOP സ്ലാബ് റേറ്റിൽ ടാക്സ് അടച്ചിട്ടുണ്ട്, മെമ്പേഴ്സിൻ്റെ അടുത്ത് ആ ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സ് ആർ ഓൾസോ റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ ദാറ്റ് at the rate applicable to them. In that case there is a double taxation. AOP already അടച്ചിട്ടുണ്ട്, again that is taxable in the hands of the members. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? A rebate will be given to the members under section 86 at average rate of tax. ഇനി ഏതെങ്കിലും കേസിൽ AOPക്ക് ടാക്സ് സ്ലാബ് റേറ്റിലാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, പക്ഷേ AOPൻ്റെ ടോട്ടൽ ഇൻകം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2,40,000 ഉള്ളൂ എങ്കിൽ AOP ഈസ് നോട്ട് റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ ദാറ്റ്. ദാറ്റ് ഷെയർ ഈസ് ഓൾസോ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദി മെമ്പേഴ്സിൻ്റെ കയ്യിൽ അത് റിസീവ് ചെയ്യുമ്പോൾ മെമ്പേഴ്സ് അവരുടെ ഇൻകം മിനിമം ടാക്സബിൾ ലിമിറ്റിൽ എക്സീഡ് ചെയ്യും. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ആ ഷെയറും കൂടെ കിട്ടുമ്പോൾ അയാളുടെ ഇൻകം ഫോർ എക്സാമ്പിൾ 2,80,000 ആയിട്ടുണ്ടെങ്കിൽ he or she is required to pay tax on that income. അവിടെ ഡബിൾ ടാക്സേഷൻ്റെ സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല. AOP ഓൾറെഡി മിനിമം ടാക്സബിൾ ലിമിറ്റിൽ താഴെ ആയതുകൊണ്ട് ടാക്സ് അടച്ചിട്ടില്ല. ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ ദാറ്റ്. ഇൻ ദാറ്റ് കേസ് നോ റിബേറ്റ് വിൽ ബി ഗിവൺ ടു ദി മെമ്പേഴ്സ്. അപ്പോൾ റിബേറ്റ് കിട്ടുന്ന സിറ്റുവേഷൻ എപ്പോഴാണ് വരിക? AOP സ്ലാബ് റേറ്റിൽ ടാക്സ് അടച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദി മെമ്പേഴ്സ് ആൻഡ് ദ മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ ദാറ്റ്. ഇൻ ദാറ്റ് കേസ് ഓൺലി റിബേറ്റ് വിൽ ബി ഗിവൺ ടു ദി മെമ്പേഴ്സ്. അത്രയാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പറയാനുള്ളത്. ആൻഡ് സോറി ഐ കുഡ് നോട്ട് ഇൻക്ലൂഡ് PPT ഫോർ ദാറ്റ്. എനിവേ അപ്പോൾ ഞാനത് പറയണമെന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അതിൻ്റെ PPT റെഡിയാക്കിയത്. എനിവേ അതിൻ്റെ ഒരു പിക്ചർ പോലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഹിയർ യു ഹാവ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഇസ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഇൻ യുവർ ക്ലാസ്, ഇൻ യുവർ ഓഫ്ലൈൻ ക്ലാസ്. ആൻഡ് 2-3 ദിവസമായിട്ട് നമ്മൾ ലൈവ് സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്തതാണെന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ എന്നാലും ചില ആൾക്കാർ കേൾക്കാത്തവരുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ടാക്സ് പേയബിൾ ബൈ ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021. അപ്പോൾ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ അകത്ത് ഒരു ഫോറിൻ കമ്പനിയും 2 മെമ്പേഴ്സ് ഇൻഡിവിജ്വൽസും ആണുള്ളത്, A ആൻഡ് B എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻകംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോറിൻ കമ്പനിക്ക് 2,50,000 ഇൻകം ഉണ്ട്, അതേപോലെ Aക്ക് 2,20,000, Bക്ക് 1,25,000. ദീസ് ആർ ദെയർ ഇൻഡിവിജ്വൽ ഇൻകംസ്. ഇനി AOPൻ്റെ ഇൻകം എന്ന് പറയുന്നത് എത്രയാണുള്ളത്? ഇതാണ് AOPൻ്റെ ഇൻകം. ഈ AOPൻ്റെ 2,50,000 ഇൻകം 3 പേർക്കും, അതായത് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കും A, Bക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ. അപ്പോൾ AOPൻ്റെ ഇൻകം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് 1 lakh, ബിസിനസ് ഇൻകം 1,50,000, ടോട്ടൽ AOPൻ്റെ ഇൻകം 2,50,000 ആണ്. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എക്സ് 1 lakh rupees, Aക്ക് 75,000 ആൻഡ് B 75,000. ദ ഷെയർസ് ഓഫ് ദി മെമ്പേഴ്സ് ആർ ഡിറ്റർമൈൻഡ്. അപ്പോൾ മെമ്പേഴ്സിൻ്റെ ഷെയർ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളോട് AOPൻ്റെ ടാക്സ് ലയബിലിറ്റിയാണ് എത്രയാണെന്നുള്ളതാണ് ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ AOPൻ്റെ അകത്ത് ഒരു ഫോറിൻ കമ്പനിയാണുള്ളത്. എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ കമ്പനിയാണ്. ഫോറിൻ കമ്പനീൻ്റെ ടാക്സ് റേറ്റ് 40% ആണ്.
സോ ആ മെമ്പറിൻ്റെ ഷെയറിന് എക്സ് ലിമിറ്റഡിൻ്റെ ഷെയറിന് AOP ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് അറ്റ് 40%. ആൻഡ് ഫോർ ദി അതേഴ്സ് A and B, AOP is required to pay tax at maximum marginal rate 30%. But one more thing, there is long-term capital gains which are taxable at 20%. അപ്പോൾ ആ ഒരു ഷെയറിന് എപ്പോഴും എന്താണ്, ഏത് കേസ് അസസ്മെൻറ്റ് വന്നാലും ഏത് അസസ്സി ആണെങ്കിലും ദാറ്റ് ഈസ് ടാക്സബിൾ അറ്റ് 20%. റൈറ്റ്. So now we are moving to the solution. So this is the solution. As the member of AOP, one of the members is a foreign company that is taxable at 40%. അപ്പോൾ AOPൻ്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? AOPൻ്റെ ഷെയർ എന്ന് പറയുന്നത് ബിസിനസ് ഇൻകത്തിൽ they are having a share of ₹60,000. This is taxable at 40%. LTCG 40,000 is taxable at 20%. ഇതാണ് AOPൻ്റെ ഇൻകം, ദാറ്റ് ഈസ് ടാക്സബിൾ അറ്റ് 40%. ക്ലിയർ നോ? അപ്പോൾ അതാണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ബിസിനസ് ഇൻകം 60,000 ഈസ് ടാക്സബിൾ അറ്റ് 40%, 24,000. അതുപോലെ തന്നെ LTCG ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 40,000 ഈസ് ടാക്സബിൾ അറ്റ് 20%, 8,000. അപ്പോൾ 32,000 ആണ് എന്ത് ടാക്സ് ലയബിലിറ്റി. പിന്നെ ഇവിടെ നമ്മളുടെ ടോട്ടൽ ഇൻകം ഈസ് നോട്ട് മോർ ദാൻ 50 lakhs rupees, so there is no surcharge. Education, health and education cess is 4%, which is computed on the tax liability of 32,000, so that amounts to rupees 33,280. Right. ഇനി എൻ്റെയും ബിൻ്റെയും ഷെയർ എന്ന് പറയുന്നത് രണ്ടാളുടെയും കൂടെ ഷെയർ എത്രയാണ്? രണ്ടാൾക്കും കൂടെ ഉള്ളത് 1,50,000 ആണ്. 75 + 75. ആ 1,50,000 30 + 30 60,000 എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനാണ്. അതിന് 20% ആണ് ടാക്സ് റേറ്റ്. ബാക്കി വരുന്നതിനാണ് എന്തുണ്ടാവുക? മാക്സിമം മാർജിനൽ റേറ്റ് അല്ലെങ്കിൽ 30% ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫോർ 90,000 വിച്ച് ഈസ് ടാക്സബിൾ അറ്റ് 30%, that amounts to rupees 27,000. ഓക്കെ. അതേപോലെ ക്യാപിറ്റൽ ഗെയിന് 20% ആണ്. 60,000 into 20%, 12,000. ഓൺ വിച്ച് ഓൾസോ വി കമ്പ്യൂട്ട് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%. ഇപ്പോൾ നമ്മളുടെ 40,560 A ആൻഡ് ബി കണ്ടോ. അപ്പോൾ എക്സ് ലിമിറ്റഡിൻ്റെ ഷെയറിന് അടയ്ക്കേണ്ട ടാക്സാണ് A എന്ന് പറയുന്ന എമൗണ്ട്. ബാക്കിയുള്ള മെമ്പേഴ്സിന് അടയ്ക്കേണ്ട ടാക്സാണ് 40,560. ഇത് മെമ്പേഴ്സ് അടയ്ക്കുന്ന ടാക്സ് അല്ല, AOP അടയ്ക്കേണ്ട ടാക്സ്. മെമ്പേഴ്സിൻ്റെ ഷെയറിന് AOP അടയ്ക്കേണ്ട ടാക്സ് ലയബിലിറ്റി. So the total tax liability of the AOP is 73,840. Okay, hope it is clear to you now.